നമസ്കാരം. പാകിസ്ഥാൻ ഒരു കുത്തഴിഞ്ഞ രാജ്യമാണ്. പാകിസ്ഥാനികൾ വിചാരിക്കും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെയാണെന്ന്. അത്തരത്തിൽ പാകിസ്ഥാനി മുസ്ലിങ്ങൾ ജപ്പാനിൽ ഒരു പള്ളി സ്ഥാപിച്ചു. പള്ളി അവിടുത്തെ സർക്കാർ പൊളിച്ചു നീക്കി. അതിന് കാരണം എന്ന് പറയുന്നത് അവർ പള്ളി സ്ഥാപിച്ചത് ഒരു കാരണവശാലും അത്തരത്തിൽ പള്ളി സ്ഥാപിച്ചുകൂടാത്ത, അതായത് 4500 സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഒരു കെട്ടിടം വച്ചുകൂടാത്ത ഇടത്തിലാണ്. അത് വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യമുള്ള ഇടത്താണ്. അതായത് ഒരൊറ്റ പള്ളി സ്ഥാപിക്കുന്നതോടുകൂടി ജപ്പാനിലെ ആ പ്രദേശം തന്നെ പ്രകൃതി ദുരന്തങ്ങൾക്ക് അടിപ്പെടാൻ സാധ്യതയുള്ള മേഖലയിൽ തന്നെയാണ് ഈ തരത്തിലൊരു വലിയ പള്ളി അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചത്. പാകിസ്ഥാൻകാർക്ക് പ്രത്യേകിച്ച് നിയമത്തിലോ മറ്റു കാര്യങ്ങളിലോ നോട്ടമൊന്നുമില്ല. മതമാണ് അവരുടെ പ്രശ്നം. മതഭീകരവാദ ചിന്താഗതിയുള്ള ആൾക്കാരാണെങ്കിലോ മക്കി ആൾക്കാരെയൊക്കെ കൊന്നു തള്ളിയാലും വേണ്ടില്ല, തങ്ങളുടെ മതസ്ഥാപനം നടത്തുവാനായിരിക്കും അവർ മുൻഗണന കൊടുക്കുന്നത്. അത്തരത്തിൽ ഒരു കാര്യമാണ് ജപ്പാനിലെ ക്വാഗോ സിറ്റിയിൽ നടന്നത്. ഈ ക്വാഗോ സിറ്റി വരുന്നത് ജപ്പാനിലെ തന്നെ ഏറ്റവും വലിയ ഐലൻഡായ ഹോൻഷുവിലാണ്. ഹോൻഷുവിലെ സൈതാമ പ്രോവിൻസിലാണ് ഇത്തരത്തിലുള്ളൊരു ക്വാഗോ സിറ്റി വരുന്നത്. ക്വാഗോ സിറ്റിയിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു നഗരമാണ്. അതുകൊണ്ട് തന്നെ നഗരത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആസൂത്രണമോ വ്യാവസായ സ്ഥാപനങ്ങളോ വലിയ കെട്ടിടങ്ങളോ ഒന്നും തന്നെ അവിടെ വരാൻ പാടില്ല. അവിടുത്തെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ചില റെസ്ട്രിക്ഷൻസ് വച്ചിട്ടുണ്ട്. അവരോട് അനുവാദം ചോദിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള പള്ളിയോ മറ്റ് സ്ഥാപനങ്ങളോ ഒക്കെ അവിടെ പണിയാൻ പറ്റുള്ളൂ. എന്നാൽ ഇതൊന്നും പാലിക്കപ്പെടാതെയാണ് ഈ ക്വാഗോ സിറ്റിയിൽ ഈ പള്ളി കൊണ്ടുവന്ന് പണിഞ്ഞത്. പള്ളി ഉദ്ഘാടനം ചെയ്തതാകട്ടെ അവിടുത്തെ ജപ്പാൻ്റെ പാകിസ്ഥാൻ്റെ അംബാസഡറായ അബ്ദുൽ ഹമീദാണ്. അബ്ദുൽ ഹമീദ് ഈ കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഇയാൾ വേറെ ഒരു കാര്യത്തെക്കുറിച്ച്, അതായത് പെർമിഷൻ കിട്ടിയോ, അവിടെ എങ്ങനെയാണ് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അടുത്ത നീക്കങ്ങൾ എന്നതിനെ കുറിച്ചൊന്നും തന്നെ അന്വേഷിക്കാതെ അംബാസഡറിൻ്റെ നേതൃത്വത്തിൽ കുറ്റിയും പറിച്ചു പോയി ചെന്ന് അവിടെ ഈ പള്ളി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അമളി പിടികിട്ടിയത്. അത് സർക്കാരിൻ്റെ പെർമിഷനൊന്നും കിട്ടാതെ, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ പെർമിഷനൊന്നും കിട്ടാതെ സ്ഥാപിച്ച പള്ളിയാണ്. അതുകൊണ്ട് തന്നെ നീക്കം ചെയ്യുവാനായിട്ട്, അതായത് പൊളിച്ചു കളയുവാനായിട്ട് ഉത്തരവിറക്കി. പാകിസ്ഥാന് പൊളിച്ചു കളയേണ്ടി വന്നു, അല്ലെങ്കിൽ പാകിസ്ഥാന് ആ കാര്യം മറന്നു കളയേണ്ടി വന്നു. പൊളിച്ചു കളഞ്ഞത് പാകിസ്ഥാനല്ല, പൊളിച്ചു കളഞ്ഞത് അവിടുത്തെ സർക്കാരാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള നാണക്കേടിന് അടിപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാന് നാണക്കേടൊന്നും പുത്തരിയല്ല. ഈ അടുത്ത സമയത്ത് അവരുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി തന്നെയാണ് അവരുടെ പാർലമെൻറ്റിൽ പറഞ്ഞത്, പാകിസ്ഥാനെ അമേരിക്ക ഒരു ടോയ്ലറ്റ് പേപ്പർ പോലെ വലിച്ചെറിയുകയായിരുന്നുവെന്ന്. അത്തരത്തിൽ നാണം കെട്ട് നാറി മുന്നോട്ട് പോകുന്നതിന് പാകിസ്ഥാൻ നമ്പർ 1 ആണ്. അത് മാത്രമല്ല, അടുത്ത സമയത്ത് പശ്ചിമേഷ്യൻ സമാധാന കരാറുമായി ബന്ധപ്പെട്ട 2 തവണ ചർച്ചയ്ക്ക് വിളിച്ചു. പാകിസ്ഥാൻ ഇതിൻ്റെ മുന്നിലേക്ക് വന്നൊരു ബ്രോക്കർ രാജ്യമെന്ന നിലയിൽ, അതായത് അമേരിക്കയുടെ മധ്യസ്ഥൻ എന്ന നിലയിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയുമായി കൂട്ടിയിരുത്തി ഒരു ചർച്ചയൊക്കെ നടത്തി. ആ ചർച്ച നടത്തിയ ഹോട്ടലിൻ്റെ ബിൽ കാശടയ്ക്കുവാൻ പോലും പാകിസ്ഥാൻ ഇല്ലാത്ത ഒരു അവസ്ഥയായി. അത്തരത്തിൽ വലിയ നാണക്കേടൊക്കെ സഹിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളൊരു ഇസ്ലാമിക രാജ്യമാണ് പാകിസ്ഥാൻ. ഈ ഭീകരവാദികളെല്ലാം കൂടെ ചെന്ന് ജപ്പാനിലൊരു പള്ളി സ്ഥാപിച്ചിട്ട് ആ പള്ളി അവിടുത്തെ പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇടയാകാനുള്ളൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം പോലും പരിഗണിക്കാതെ അവിടെ ചെന്ന് പള്ളി സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഹോൻഷു ഐലൻഡിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ജപ്പാൻ്റെ മുഴുവൻ ഒരു പ്രകൃതിയുടെ സ്ഥിതി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് മനസ്സിലാകും അവിടുത്തെ പാരിസ്ഥിതിക അന്തരീക്ഷം പലപ്പോഴും ഇത്തരത്തിലുള്ള വലിയ വലിയ കെട്ടിടങ്ങൾ ചില മേഖലകളിലെങ്കിലും അവിടെ നിർമ്മിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം റിംഗ് ഓഫ് ഫയർ, പസഫിക് സമുദ്രത്തിൻ്റെ റിംഗ് ഓഫ് ഫയർ റീജിയനുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലാണ്. നിരന്തരം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന വളരെയധികം സെൻസിറ്റീവായിട്ടുള്ളൊരു മേഖലയാണ് ജപ്പാനിലെ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഒരു കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ആ രാജ്യം മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത് പാകിസ്ഥാനുണ്ടോ മനസ്സിലാകുന്നുണ്ട്. അവർ എവിടെ വേണോ എന്ത് വേണോ ചെയ്യുവാൻ തയ്യാറായിട്ട് നടക്കുന്ന ഒരു രാജ്യമാണ്. പൊട്ടിത്തെറിച്ചാലും വേണ്ടില്ല, ചിരിച്ചാലും വേണ്ടില്ല, അല്ലെങ്കിൽ അവിടെ മൊത്തം അക്രമം നടത്തിയാലും വേണ്ടില്ല, മതത്തിൻ്റെ പേരിൽ എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു ഭരണകൂടമാണ് പാകിസ്ഥാനിലുള്ളത്. എന്നാൽ ജപ്പാൻ അത്തരത്തിലല്ല, ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യം ഈ പ്രകൃതിപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ലിമിറ്റേഷൻസിനെയും അതിജീവിച്ചാണ് അവർ സമ്പന്നതയിലേക്ക് എത്തിയത്. അത് തകർത്തെറിയാനൊന്നും ജപ്പാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ഈ പള്ളിയെ അവർ പൊളിച്ചു കളയുകയും ചെയ്തു.
ഈ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉള്ള ഈ മേഖലയിൽ കൊണ്ടുവന്ന പള്ളിക്ക് 4500 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയാണ് ഉള്ളത്. പാകിസ്ഥാൻ്റെ അംബാസഡറും കൂട്ടരും കളഞ്ഞ് കൈകഴുകി. കാരണം ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല, അതിൻ്റെ ഓർഗനൈസേഷൻ്റെ ഉത്തരവാദിത്തമാണ്, ഞങ്ങൾക്കതിന് എന്താണ് പ്രസക്തി. പക്ഷേ അംബാസഡർ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട്, അതായത് അംബാസഡർ എന്ന് പറയുമ്പോൾ അവരുടെ പാകിസ്ഥാൻ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അത്തരത്തിലൊരു സർക്കാർ ഒരു വിഷയത്തിൽ, പ്രത്യേകിച്ചും മറ്റൊരു രാജ്യത്തിൻ്റെ ടെറിട്ടറിക്കകത്ത് വരുന്ന ഒരു പ്രദേശത്തെ വിഷയത്തിൽ ഇടപെടുമ്പോൾ അത് കൃത്യമായി പഠിച്ചിട്ടും പരിശോധിച്ചിട്ടും വേണം ഇടപെടാനായിട്ട്. പക്ഷേ അതൊന്നും ഈ തരത്തിൽ തലയ്ക്ക് മൂളയില്ലാത്ത യവന്മാർ തിരിച്ചറിഞ്ഞതേയില്ല. അവർ നേരെ ചെന്ന് എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞുകൊണ്ടൊരു പള്ളി സ്ഥാപിച്ചു. ആ പള്ളി അങ്ങ് പൊളിച്ചു കളയുകയും ചെയ്തു. എന്തായാലും ഇവിടുത്തെ ബാബറി മസ്ജിദ് പോലെ ആയിപ്പോയി ജപ്പാനിലെ പള്ളിയും. ബാബറി മസ്ജിദ് നിർമ്മിച്ചത് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ മുകളിലാണ്. അവർക്ക് എന്ത് രാമക്ഷേത്രം, എന്ത് കൊട്ടാരം, അല്ലെങ്കിൽ എന്ത് പരിശുദ്ധമായ ഇടം, അല്ലെങ്കിൽ എന്ത് വനമേഖല, അവർക്കിതൊന്നും ബാധകമല്ല. പള്ളി പണിയണം, അതാണ് മുഖ്യം. പക്ഷേ എല്ലാവർക്കും മതം മാത്രമല്ല പ്രശ്നം. അവിടുത്തെ രാജ്യം പ്രശ്നമാണ്, അവിടുത്തെ ജനജീവിതം പ്രശ്നമാണ്, ഇതൊക്കെയും പ്രശ്നമാണ്. ഇതൊന്നും മനസ്സിലാക്കുവാനായിട്ട് പാകിസ്ഥാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോകരാജ്യങ്ങളെല്ലാം തന്നെ അങ്ങനെയല്ല. അത് ഹോൻഷുവിലായാലും ഷിക്കോക്കുവിലായാലും ഏത് ഐലൻഡിലായാലും, ജപ്പാനിലെ ഏത് ഐലൻഡിലായാലും അവിടുത്തെ നിയമം അനുശാസിക്കുന്ന തരത്തിൽ മാത്രമേ പെരുമാറാൻ പറ്റുള്ളൂ. അവർക്ക് മറ്റ് ഹൗസിംഗ് പ്രോജക്റ്റുകളോ കൊമേഴ്സ്യൽ ബിൽഡിങ്ങോ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റോ എന്തെങ്കിലും തരത്തിലുള്ള വ്യാവസായികമായ ആക്ടിവിറ്റികളോ ഒക്കെ ചെയ്യുവാൻ പറ്റുന്ന മേഖലകളുണ്ട്. അവിടെ ഇതൊക്കെ ചെയ്യാം. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും ഇത് ചെയ്യുവാൻ പറ്റില്ല. ചില റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ചില നിരോധിത മേഖലയിൽ അവർക്ക് കൃഷിക്ക് വേണ്ടിയിട്ടാണ്, അവിടെ കൃഷി മാത്രമേ പാടുള്ളൂ എങ്കിൽ അത് മാത്രമേ പാടുള്ളൂ. അത് വനമേഖലയാണ്, അല്ലെങ്കിൽ അവിടെ എൻവയോൺമെൻറ്റ് ഡീഗ്രഡേഷൻ സംഭവിക്കും, പാരിസ്ഥിതികമായ പ്രശ്നമുള്ള മേഖലയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. ലിമിറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രമേ പാടുള്ളൂ എന്ന് നിഷ്കർഷിച്ച് ഇടങ്ങളിൽ പോയി ചെന്ന ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുത്. നിങ്ങളെ തകർന്നു, എന്തിനാണ് ജപ്പാനും കൂടെ തകർക്കുവാൻ നോക്കുന്നത്? ലോകത്തിന് തണലൊരുക്കുന്ന രാജ്യങ്ങളിലൊന്നാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടുകൂടുന്ന ചൈനയെ പോലെയല്ല, വളരെയധികം ജനാധിപത്യപരമായിട്ട് പെരുമാറുന്ന രാജ്യമാണ്. ഒരിക്കൽ ആണവായുധത്തിൻ്റെ പേരിൽ തകർക്കപ്പെട്ടിട്ട് പോലും പുതിയൊരു അണവായുധമുണ്ടാക്കി ലോകത്തെ തകർക്കുവാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിച്ചില്ല. അത്രമേൽ ജനാധിപത്യപരമായി ചിന്തിക്കുന്ന ആ രാജ്യത്തിനകത്ത് കയറിയിട്ടാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികളുമായി പാകിസ്ഥാൻ മുന്നോട്ട് പോയത് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. എന്തായാലും പള്ളി പൊളിച്ചടുക്കി അവർ വിളയിൽ കളഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി പാകിസ്ഥാൻ ഈ പള്ളിയും കൊണ്ട് അങ്ങോട്ട് പോകണ്ട. അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന അവരുടെ അംബാസഡറിനും നല്ല ഒന്നാം തരം പണി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. കടുത്ത രീതിയിലുള്ള വിമർശനം തന്നെയാണ് ജപ്പാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ ലോകത്തിന് വലിയ ഭീഷണിയാണ് എല്ലാ തരത്തിലും പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അവരുടെ രാജ്യത്തിൽ ചെന്ന് ഈ ഭീകരവാദ പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളും നടത്തുന്നതും പോരാഞ്ഞിട്ട് മറ്റ് രാജ്യങ്ങളെയും കൂടെ ചെന്ന് ദ്രോഹിക്കുകയാണ് അവരുടെ പ്രധാനപ്പെട്ട വിനോദം. പാകിസ്ഥാനിൽ ഇപ്പോൾ തന്നെ ഭീകരവാദം 42% പ്രാദേശികമായ ഭീകരവാദം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെ അവരുടെ രാജ്യത്തിനെ, ഇറാനെ കൊണ്ടുപോലും ആക്രമിച്ചു. എന്നിട്ട് പോലും ആ ഇറാൻ എന്ന രാജ്യത്തിന് പാകിസ്ഥാനോട് ഒരു മമതയുമില്ല. പാകിസ്ഥാൻ കടം വാങ്ങാൻ പോലും പാകിസ്ഥാൻ ആരും കടം കൊടുക്കാത്ത ഒരു അവസ്ഥയാണ്. ഇപ്പോൾ UAE അവരുടെ പൗരന്മാരുടെ പാസ്പോർട്ട് വലിച്ച് കീറിക്കളഞ്ഞു. അത്രമേൽ പാകിസ്ഥാനെ വെറുത്തിട്ടുണ്ട് ഈ ഗൾഫ് മേഖലകളെല്ലാം. പാകിസ്ഥാനുമായിട്ട് ഭാരതം യുദ്ധം ചെയ്യുമ്പോഴൊക്കെ പാകിസ്ഥാനൊപ്പം നിന്ന രാജ്യങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാനെ കാല് മടക്കിയടിച്ച് പുറത്തേക്ക് കളയുന്നത്. അത് സൗദി അറേബ്യ ആയിക്കോട്ടെ, ഏതൊരു രാജ്യമായിക്കോട്ടെ, ഗൾഫ് മേഖലയിലെ, മധ്യേഷ്യൻ മേഖലയിലെ ഈ രാജ്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനെ തള്ളിക്കളഞ്ഞു. പാകിസ്ഥാനെ പടിയടച്ച് പിണ്ടം വച്ചിരിക്കുകയാണ്. ഇറാൻ്റെ പുറകെ നടന്ന് മധ്യസ്ഥ ചർച്ചയ്ക്ക് പോയി ഇറാൻ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. ഇപ്പോൾ ചർച്ച നടക്കുന്നത് ഖത്തറിലാണ്. ഇങ്ങനെ ഓരോരോ ഘട്ടം പരിശോധിക്കുമ്പോഴും പാകിസ്ഥാന് അടിമുടി നാണം കെട്ട അവസ്ഥയിലാണ്. ഭാരതത്തിനെതിരെ ഇനിയൊരു ഭീകരാക്രമണത്തിന് മുതിർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ചീട്ട് കീറുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നാളെ പാകിസ്ഥാൻ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. എന്നിട്ട് പോലും UK പ്രതിനിധിയും പാകിസ്ഥാനിലേക്ക് വന്നപ്പോൾ പാകിസ്ഥാൻ ആദ്യം പറഞ്ഞത് കശ്മീർ വിഷയമാണ്. കശ്മീർ വിഷയം ഒരു 5 വർഷം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഉന്നയിക്കാൻ പോലും കഴിയില്ല. കാരണം പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ കാശ്മീർ വിഷയം ഉന്നയിക്കേണ്ടിയുള്ളൂ. എന്തായാലും ഇന്ത്യ വളരെ കൃത്യമായ രീതിയിലുള്ള മറുപടി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് ആരും കാശ്മീർ വിഷയം പറഞ്ഞുകൊണ്ട് വരണ്ട. ബയലാറ്ററൽ വിഷയം എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് ഭാരതത്തിന് നന്നായി അറിയാം. അങ്ങനെ നല്ല രീതിയിൽ പണി കൊടുത്തു. എന്തായാലും പാകിസ്ഥാൻ ഒരു പള്ളി ജപ്പാനിൽ കൊണ്ട് പണിഞ്ഞത് പണി പാകിസ്ഥാന് തന്നെ കിട്ടി. പണി പാലും വെള്ളത്തിൽ തന്നെ കിട്ടി എന്ന് തന്നെ പറയാം. വെബ് ഡെസ്ക്
തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.